സ്വാഗതം. ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ പിന്നെ ഇവിടെ കുറച്ച് തൈ നടാൻ വേണ്ടിയിട്ടാണ്. ഇത് ചേന ട്രാക്ടറാണ്. ഇവിടെ ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതാണ്. ഇത് കണ്ടില്ലേ, ഇത് വേപ്പും പിണ്ണാക്കും ഇതെല്ലാം. ഇത് പോട്ടി മിശ്രിതാണ്. ഇതിപ്പോൾ കുറച്ച് മുളക് തൈ നടാൻ വേണ്ടിയിട്ടാണ്. ഈ മുളക് തൈ കണ്ട, ഇതാ മുളക് തൈ കണ്ട, ഇതാണ് മുളക് തൈ. ഇത് ഞാനിവിടെ വളർത്തിയതാണ്. ഇനിയിപ്പം ഞാൻ നിങ്ങൾക്ക് ഇത് നട്ട് ഇത് എങ്ങനെയെല്ലാം നടുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. മുളക് എങ്ങനെയാണ് നടുന്നതെന്നുള്ളത്. നിലത്ത് നടാമെന്നാണ് വിചാരിച്ചിനെ, അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, കയ്യില അത് എല്ലാം ആക്കാൻ. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നടാനാണ് പോകുന്നത്. ഇതിനകത്ത് ബാഗിൻ്റെ അകത്ത്. ഇതിലിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ആദ്യം തന്നെ ഒരു ചേരി എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് വെക്കുക. ചേരി ഒരുപാട് വേണ്ട, ഒരു ചേരി. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ വെള്ളം ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം അങ്ങോട്ടേക്ക് പോവും. അല്ലെങ്കിൽ ഇത് കുടിച്ചിട്ട് ആടെ നിൽക്കുന്നത്, മഴക്കാലല്ലേ വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിപ്പം വെള്ളം അതേപോലെ ആടെ നിർത്തിക്കാൻ വേണ്ടി, അല്ല വെള്ളം ആടെ നിൽക്കുന്നതായിട്ടാണ് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട്. എന്നാൽ തൈക്കൊന്നും പറ്റൂല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ചേരി ഇങ്ങനെ പാവി കൊടുക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ പാവി കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മേലെ ഇതാ ഇത് വായ കൊടുക്കല അത് ഞാനിപ്പം ഇടുന്നു. കണ്ടില്ലേ, ഇതേപോലെ ഇതിനകത്ത് നിറച്ചിട്ട് ഇടുക. ഉണ്ടല്ലോ, ഇതേപോലെ ഉണ്ടല്ലേ, ഇതുപോലെ നിറക്കുക. എന്നിട്ട് അതിന് ശേഷം കുറച്ച് ഈ പുല്ലും കാടും ഉണ്ട്. ഇതുണ്ട് ബാക്കി കാടെല്ലാം ഉണ്ട്. ഇതുമെല്ലാം കൂടി കുറച്ചും കൂടി ഇടാം. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനകത്ത് പൊന്നാങ്കണ്ണിയെല്ലാം ഉണ്ട്. അതാണ്, അതുകൊണ്ട് നല്ല വളമാണ്. അതിനാണ് ഇതിപ്പോൾ നമ്മളിപ്പം ഇട്ട് കൊടുത്താൽ നല്ല പണിയെടുത്ത് കൊടുത്താൽ മുളക് നല്ലപോലെ ഉണ്ട്. നല്ല വെയിൽ വേണമെന്നേ ഉള്ളൂ. ഇവിടെ വെയിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ നടാൻ സൗകര്യമില്ല. അതുകൊണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന. ഇനിയിപ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ ഇനി കുറച്ച് ചാരം വേണം. ചാരം ഇടണം. ചാരം ഇട്ടാൽ നല്ല ഇതാവുമല്ലോ. ചാരം ഉണ്ട് ഇവിടെ. ഈ ചാരം കുറച്ച് അതിൻ്റെ മേലെ കൂടി ഇട്ടുന്ന നല്ല അടുക്കളൊന്നും കയറാതെ നിന്നോളും. കണ്ടില്ലേ, ചാരം ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ മേലെ ഇട്ടു. ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ഉണ്ടല്ലോ ഇതേപോലെ. അതിന് ശേഷം ഈ പോട്ടയും മിശ്രിതം വാരിയിട്ടു. ഇത് കണ്ട, ഇത് ഞാൻ അതിന് ശേഷം ഇതിനകത്ത് വാരിയിടണം. കണ്ടോ, ഇതുപോലെ ഇതിൽ വാരിയിടുക. പിന്നെയും നമുക്ക് പോട്ടി മിശ്രിതം പിന്നെയും നിറച്ച് കൊടുക്കാൻ പറ്റും. ഇപ്പം കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുമ്പോഴാണ് ഇവർക്ക് വളരാനും വേരിന് ഇളക്കം പിടിക്കാനും എല്ലാം നല്ലൊരു ഇതാകുന്നത്. അതുകൊണ്ട് ഇത് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ നമ്മൾ നട്ട് കഴിഞ്ഞിട്ടാകുമ്പോൾ പയ്യെ കൊടുത്താൽ മതി. പിന്നെ ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് നട്ട് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ പയ്യെ എല്ലാം നിറച്ച് വെച്ചിട്ടാകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതിനകത്ത് ഞാനൊരു മുളക് തൈ നടുന്നുണ്ട്. കണ്ടാ, ഈ മുളക് തൈ എടുത്തിട്ട് ഞാൻ ഇതിനകത്ത് നട്ട് 2 എണ്ണം നടുന്നു. ഞാനിപ്പം അഥവാ ഒന്നും ബാക്കി ചെയ്യിച്ചിട്ടില്ലെങ്കിൽ 2 എണ്ണം ഉണ്ടായാൽ വലിയ വേഗമാണ്. ഇനി അഥവാ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൂടുതൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അന്നേരം പൊരിക്കുകയും ചെയ്യാം. കണ്ടില്ലേ, ഇതേപോലെ നട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിവിടെ താത്ത് വെക്കട്ടെ. ഇതെല്ലാം കാടാണ്, ഇതെല്ലാം വൃത്തിയാക്കണം. വൃത്തിയാക്കിയിട്ട് വേണം ഇവിടെ നെറ്റി വെക്കാൻ. ഇനിയിപ്പോൾ ഞാനിനി നട്ടിട്ടാ ഇനി എല്ലാം നിറച്ച് വെക്കട്ടെ. നിറച്ച് വെച്ചിട്ടാകുമ്പോൾ നടുമ്പോൾ നിങ്ങളെ കാണിക്കാം കേട്ടോ. എല്ലാം നിറച്ചിട്ട് ഇനി നിങ്ങൾ നിറച്ചിട്ട് കാണിക്കാം. കണ്ടില്ലേ, ഇനിയിപ്പോൾ ഇത് കൂടി വേണം. ഇതിപ്പോൾ ഞാൻ എല്ലാവരും നിറച്ച് വെച്ചു. ഇനിയിപ്പോൾ തൈ എടുത്ത് നട്ടേ. ഈ തൈ ഓരോന്നോരോന്നായിട്ട് എടുത്ത് നട്ടേ. ഇതിലിപ്പോൾ എന്തെല്ലാം ഇട്ടെന്ന് വെച്ചാൽ പിന്നെ ഇതിട്ടു, അടിയിൽ ചേരി വെച്ചു. അതിൻ്റെ അടിയിൽ അതിൻ്റെ മേലെ പിന്നെ കാട് വെച്ചു. അതിന് ശേഷം പിന്നെ കുമ്മായി ഇട്ടു, ചാരം ഇട്ടു. അതിന് ശേഷം ചാരം ഇട്ടതിന് ശേഷം കുറച്ച് കുമ്മായി ഇട്ട് കുറച്ച് പിന്നെ വേപ്പും പിണ്ണാക്കും കുറച്ച് എല്ലുപൊടി ഇതെല്ലാം കൂടിയാണ് ഇന്നിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇനി നടാൻ ഇട്ടിട്ടുള്ളത്. ഇത് ഞാനിപ്പോൾ ഇവിടെ നട്ടിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നട്ടിട്ടാകുമ്പോൾ എല്ലാം എടുത്ത് വെച്ച് കാണിച്ചു തരാം.
ഇതിപ്പോൾ ഓരോന്നോരോന്നായി നടുന്നതും നിങ്ങളെ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ നടുന്നത് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇഷ്ടംപോലെ തൈയുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഈ 2 വെച്ച് നടാം. പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പോയില്ലേ. അതുകൊണ്ട് 2 വെച്ചിട്ട് നടാമെന്നാണ് വിചാരിക്കുന്നത്. ചേച്ചി കിട്ടിയിട്ടെങ്കിൽ ജാസ്തി ഉണ്ടെങ്കിൽ പൊരിച്ചിട്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും നടാം. അതുകൊണ്ട് തൽക്കാലം ഇത് 2 വെച്ചിട്ട് നടട്ടെ. കണ്ടോ, ഇത് കുറേ ഉണ്ട്, തൈ കുറേ ഉണ്ട്. ഞാനിവിടെ പൊടിപ്പിച്ചതുകൊണ്ട് ഇഷ്ടംപോലെ തൈ ഉണ്ട്. ഞാൻ പായി പൊടിപ്പിച്ചാണ്, അതുകൊണ്ട് നട ഇഷ്ടംപോലെ ഉണ്ട് തൈ. ബാക്കി വരുന്നത് അവിടെ വെറുതെ നട്ടു വെക്കാം, നാളെ നോക്കിയിട്ട് നടാം. പാട് തൈയുണ്ട്. കണ്ടില്ലേ, ഇതെല്ലാം ഞാൻ ഇതിലെല്ലാം ഇട്ട് വെച്ചതാണേ. കുമ്മായവും വേപ്പും പിണ്ണാക്കും പിന്നെ എല്ലുപൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ ഇവിടെ വെച്ചതാണ്. അത് പിന്നെ എല്ലാം നിങ്ങളെ കാണിച്ചാൽ ശരിയാവില്ല. ഒന്നിൽ കാണിച്ചു. പിന്നെ കരിയിൽ കാട് വയ്ക്കുക, പറമ്പത്തെ കാടും പിന്നെ ഇത് ചേരി, അടിയിൽ ചേരി വെച്ചു. അങ്ങനെയാണ് ഇത് നട്ടിട്ടുള്ളത്. അപ്പം കണ്ടല്ലോ നിങ്ങൾ, ഇതേപോലെ എല്ലാം ഇനി ഒന്നും കൂടി ഇടുന്നതാ. അതും കൂടെ നട്ടിട്ടാകുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഉണ്ടല്ലേ, ഇതും കൂടി ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതും കൂടി നട്ടിട്ട് ബാക്കി കുറേ ഇന്നും നടാനുണ്ട്. അത് ഞാൻ നാളെ നടാം. ഇതിനി എപ്പോഴും വളം കൂടുമ്പോഴായിട്ട് കാണിക്കാം നമുക്ക്. ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. കണ്ടാ, ഇതിലെല്ലാം ഇട്ടിട്ടുണ്ട്. എല്ലാം കുഴച്ച് ആക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പം കൂടി നട്ട് കഴിഞ്ഞു. 5 ബാഗിൽ നിറച്ച് നട്ടു. അത്രയും സമയമുള്ളൂ, ഒരുപാട് സമയമായിപ്പോയി. അതുകൊണ്ട് ബാക്കി എല്ലാം കൂടി ഒന്നിച്ച് നട്ട് ഇവിടെ വെക്കാനാണ് പരിപാടി ഇട്ടത്. അത് ഒരു തൈൻ്റെ അകത്ത്, ഒരു ബാഗിൻ്റെ അകത്ത് എടുത്തിട്ട് നാളെ വേറെ ബാഗിലാക്കിയിട്ട് നടാമെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടില്ലേ, ഇതേപോലെ 5 തൈ ഞാൻ നട്ടു. 5 ബാഗ് ഞാൻ നട്ട് വെച്ചു. ഇനിയിപ്പോൾ ഉണ്ടല്ലേ, ഇനിയിപ്പോൾ ഇതിനെന്നാ വേണ്ടത് വെച്ചാൽ ഇനി ഞാനിപ്പോൾ പൊതയിടണം. ഇനിയിപ്പം ചപ്പ്, ഈ സീമക്കൊന്നേൻ്റെ ചപ്പ് മേലെ പൊതയിടണം. കണ്ടില്ലേ, ഇതേപോലെ ചപ്പ് അടത്തിയിട്ട് ഇതിൻ്റെ ചുറ്റും ഇടുക. എന്നാൽ എന്താണെന്ന് വെച്ചാൽ ഉണക്കത്തിനും പിന്നെ പ്രാണി എല്ലാം വരുന്നതിന് നല്ലതാണ്. പിന്നെ ചൂട് അധികം ഏശൂല. വെള്ളം നനച്ചാൽ കാണും, അല്ലെങ്കിൽ ഉണ്ടല്ലോ വെള്ളം നനച്ചാൽ കാണൂല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ മേലെ കൂടി ഇടുന്നു. പിന്നെ പ്രാണി തിന്നലെല്ലാം കുറയും. അതിനെല്ലാം വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ ആക്കിയിട്ടുള്ളത്. ഇതും കൂടി ഇവിടെ വിരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓരോ ദിവസം ഓരോ തരത്തിലാണ് ഞാൻ നടുന്നത്. ഒരു തരത്തിലല്ല നടുന്നു, പലതും പരീക്ഷിച്ച് നോക്കി നടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ്, ഓരോ തരത്തിലും കാണിച്ചു തരാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കാണുന്നില്ലേ, ഇത് ഓരോന്നും ഓരോ തരത്തിലാണ് കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ നട്ടു കൊടുക്കുക. നിങ്ങൾക്ക് നല്ല വിളവ് കിട്ടും. നല്ല വളവും ചെയ്ത് നല്ലോണം പണിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾ നട്ട സാധനത്തിന് നമുക്ക് വേണ്ടുന്ന സാധനം നമ്മളെ വീട്ടിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു കാര്യത്തിനും പുറത്തൊന്നും വാങ്ങുന്നില്ല, എല്ലാം വീട്ടിൽ നിന്ന് തന്നെ ഉള്ളത് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളിപ്പം കണ്ടല്ലോ, ഓരോരോ പണിയെടുക്കുന്നതും ഇഷ്ടംപോലെ വളവും കൊണ്ടല്ലോ. നിങ്ങൾ ഇന്നും അങ്ങനെ തന്നെ ചെയ്യണം. എല്ലാവരും അതേപോലെ മുന്നോട്ട് കുറേ ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെല്ലാം പറയുന്നുണ്ട് നിങ്ങളത് കണ്ടിട്ട് നമ്മളും കൃഷി ചെയ്യാൻ തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരാളും കമൻ്റ് ഇടുന്നുണ്ട്. അതും നമുക്കൊരു സന്തോഷമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇനിയും എല്ലാവരും മുന്നോട്ട് വരിക, കൃഷി ചെയ്യുക. ഞാൻ ചെയ്യുന്ന രീതി, എല്ലാവരും കൃഷി ചെയ്യും പോലത്തെ രീതിയല്ല എൻ്റെ രീതി. എല്ലാം മാറ്റാണ്. ആരും കൃഷി നമ്മൾ വീട്ടിൽ ചെയ്യുന്ന രീതിയിലല്ല എൻ്റെ കൃഷി രീതി എല്ലാം മാറ്റാണ്. എല്ലാം ഞാനൊരു തരത്തിലുള്ള കൃഷിയാണ് ചെയ്യുന്നത്. എല്ലാ കൃഷി ഒരു തരത്തിലും ഞാൻ ഒരു കൃഷിയല്ല ചെയ്യുന്നത്. പല കൃഷി രീതികളാണ് എൻ്റെ കൃഷി. ഇതിപ്പം കണ്ടല്ലോ നിങ്ങൾ, ഇതിപ്പം കണ്ടില്ലേ, ഞാനിതിപ്പോൾ ഇവിടെ ഇട്ട് വെക്കണ്ടിക്കൽ സ്ഥലമില്ല. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, കണ്ടല്ലോ, ഇതാ മുളക് നട്ടിട്ട് ഇതേപോലെ പൊതയും കൂടി ഞാൻ ഇട്ട് വെച്ചു. കണ്ട, ഇതേപോലെ പൊതയിട്ട് വെച്ചു. കണ്ടല്ലോ, ഇതുപോലെ വെച്ചു. ഇപ്പം ഇനിയെന്ന് വെച്ചാൽ നാളെ എടുത്ത്